നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ആസ്മ ദിനമാണ് കടന്നുപോയത്. ആസ്മ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിത തിലകനാണ്. IMA കൊച്ചി വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ സംശയമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതെ ഡോക്ടർ, ആസ്മ ഡേ ആയിരുന്നു കഴിഞ്ഞു പോയത്. പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആസ്മ. ആസ്മ എന്ന രോഗത്തെ നമുക്ക് അതിനെയൊന്ന് മുൻകരുതലോടുകൂടി നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞുപോയ ആസ്മ ദിനത്തിന്റെ തീം എന്ന് വെച്ചാല് ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നാണ്. വെച്ചാല് ആസ്മയെ കുറിച്ചുള്ള അവബോധം രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്മയെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ അസുഖത്തിനെ പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആസ്മ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നറിയാതെ നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രോഗിക്ക് ചികിത്സ വേണ്ടതുപോലെ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, എന്താണ് അസുഖം എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ. ഈ ആസ്മ എന്ന് പറയുന്നത് ഒരു തരം ഒരു അലർജിക് റിയാക്ഷൻ ആണ്. നമ്മളുടെ ശ്വാസകോശത്തിന്റെ അകത്ത് എന്തൊരു പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു മുത്തോ അല്ലെങ്കിൽ കല്ലോ മണ്ണോ അല്ല ഫോറിൻ ബോഡി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ത് സാധനം, ശുദ്ധമായ വായു അല്ലാതെ എന്ത് സാധനം നമ്മുടെ ശ്വാസകോശത്തിന്റെ അകത്ത് പോയാലും അതിനെ ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു വസ്തുവായിട്ടാണ് നമ്മുടെ ശ്വാസകോശം കാണുന്നത്. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ ടെൻഡൻസി അതിനെ പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ചെറിയതായിട്ട് എന്തെങ്കിലും അകത്ത് പോയാൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് വെള്ളം ഉള്ളിൽ ശ്വാസകോശത്തിൽ ചെന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ചുമക്കുകയാണ്. അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള എന്തെങ്കിലും സാധനം അകത്ത് പോയാൽ ആദ്യത്തെ ബോഡിയുടെ റിയാക്ഷൻ ചുമക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വലിവ് അല്ലെങ്കിൽ ശ്വാസം മുട്ടലാണെങ്കിൽ മാത്രമേ അത് ആസ്മയാണ്. അത് അങ്ങനെയല്ല. ആദ്യത്തെ ആസ്മ തുടങ്ങുന്നത് ഒരു ചുമയായിട്ടായിരിക്കും. ഇപ്പൊ മിക്കവാറും ആളുകൾ ഒരു ചുമ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു ചുമയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ആസ്മയുടെ തുടക്കം ഇതാണ്: നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ അകത്ത് ചെന്ന് ശുദ്ധമല്ലാത്ത വായുവിനെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും അലർജിക് സാധനങ്ങൾ ഉള്ളിൽ ചെല്ലുന്ന അലർജി എന്ന് പറയുന്ന പൊടിയാവാം, പൂമ്പൊടിയാവാം, അല്ലെങ്കിൽ നമ്മളെ ഹൗസ് ഡസ്റ്റ് മൈറ്റിന്റെ പുറത്തുള്ള പ്രോട്ടീൻ ആവാം. എന്ത് സാധനവും പുറത്തുനിന്ന് ചെല്ലുന്നത് അലർജി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ശ്വാസകോശം അതിനെ പുറന്തള്ളാനായിട്ട് ചുമയ്ക്കും. ഈ ചുമയ്ക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശ്വാസക്കുഴൽ ചുരുങ്ങുകയും താഴെ ഒരു പ്രഷർ ഉണ്ടാക്കുകയും ആ പ്രഷർ മൂലം നമ്മളുടെ വൈറൽ മസിൽസ് ചുരുങ്ങി ആ പ്രഷർ കൂട്ടി ഇതിനെ പുറത്തോട്ട് പുറന്തള്ളുകയാണ്. അങ്ങനെയാണ് ചുമ വരുന്നത്. അപ്പോ നമ്മുടെ ശ്വാസകോശത്തിന് അറിയില്ല ഫൈനായിട്ടുള്ള ഈ അലർജൻസ് ആണ് ഉള്ളിൽ ചെല്ലുന്നത്. അത് നിരന്തരം ഇങ്ങനെ പുറന്തള്ളാനായിട്ട് ചുമച്ചുകൊണ്ടിരിക്കും. അപ്പോ വിട്ടുമാറാത്ത ചുമയാണ് ആസ്മയുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. അപ്പൊ ഈ വിട്ടുമാറാത്ത ചുമ കുറച്ച് കഴിഞ്ഞിട്ട് ചുമച്ച് നമ്മൾ ചുമയ്ക്കും, നമ്മുടെ ശ്വാസക്കുഴലിൽ ചുരുങ്ങും, പിന്നെ ഇത് പുറത്ത് പോയി എന്ന് വിചാരിച്ച് ശ്വാസക്കുഴലിൽ നിവരും. കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാല് നമ്മൾ ചുമച്ച് ഈ ശ്വാസക്കുഴലിൽ ചുരുങ്ങുന്നതിന്റെ ആ എലാസ്റ്റിസിറ്റി അങ്ങ് പോകും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് തിരിച്ച് പഴയ വ്യാസത്തിലേക്ക് നമ്മുടെ ശ്വാസക്കുഴൽ മടങ്ങുന്നില്ല. ശ്വാസക്കുഴൽ സ്ഥിരമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് വലിവ് അനുഭവപ്പെടുക. എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുക. അതിലും കൂടുതലായിട്ട് നമ്മൾ സമയത്ത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ശ്വാസക്കുഴൽ ചുരുങ്ങിപ്പോയത് പെർമനന്റ് ആയി മാറും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത്ര ശ്വാസം ഒരിക്കലും അകത്തോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്കത് കിതപ്പായി മാറും. അപ്പൊ നമ്മുടെ ശ്വാസമുട്ടൽ, ആസ്മ എന്നുള്ള അസുഖം തുടങ്ങുന്നത് ഒരു ചുമയായിട്ടായിരിക്കും. പിന്നീട് അത് ചെറിയ വലിവായി മാറും. പിന്നെ വലിവ് സ്ഥിരമായി മാറും. അത് കഴിഞ്ഞാൽ അത് നടക്കുമ്പോഴുള്ള കിതപ്പ്, അല്ലെങ്കിൽ പടി കയറുമ്പോഴുള്ള കിതപ്പ്, അല്ലെങ്കിൽ ഭാരപ്പെട്ട ജോലി ചെയ്യുമ്പോഴുള്ള കിതപ്പ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് പുകവലിക്കാർക്കുണ്ടാകുന്ന COPD എന്നുള്ള അസുഖം പോലെ തന്നെ സ്ഥിരമായിട്ടുള്ള കിതപ്പായിട്ട് മാറും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മളുടെ ആസ്മ എന്നുള്ള അസുഖം തുടക്കം മുതൽ ലേറ്റർ സ്റ്റേജ് വരെ ഉള്ളത്. വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, തലശ്ശേരിയിൽ നിന്നും ശങ്കരൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, ഞാൻ സംസാരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നാണ്.
അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് 70 വയസ്സായി. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അവര് ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം തുടങ്ങിയത്. ഇപ്പോ അവർക്ക് അലർജി പോലെ വന്ന് ഈ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ പുറത്തെ സമയത്തൊക്കെ ഈ ശ്വാസം മുട്ടൽ പോലെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ മോണ്ടേ കെൽസി എന്ന് പറയുന്ന ഗുളിക, അലർജിന്റെ ഗുളിക കഴിച്ചാല് 2-3 ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല. അത് 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം തുടങ്ങും. അപ്പൊ ഇതിപ്പോ സ്ഥിരമായിട്ട് 5-6 മാസമായിട്ട് മോണ്ടേ കെൽസി 3 ദിവസം കൂടുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലേ ഡോക്ടർ? അതാണ് ഞാൻ സംശയിച്ചത്. ഇപ്പൊ ഇന്നും ഡോക്ടറെ അടുത്ത് പോയിട്ട് അപ്പൊ അവര് അലർജിന്റെ ഗുളിക തന്നിരിക്കുക. അപ്പൊ ഗുളിക തീർന്ന് കുറച്ച് 2-3 ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല, പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. അവര് ശരിക്കും ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നില്ല. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള പ്രശ്നമാണിത്. കോവിഡ് വന്നതിന് ശേഷം നേരത്തെ തന്നെ അലർജി ഉള്ളവർക്ക് ഇപ്പൊ ആസ്മയായിട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് അങ്ങനെയുണ്ട്. നേരത്തെ അലർജി വേണമെന്ന് നിർബന്ധമില്ല. പുതിയതായിട്ട് അലർജിക് റിയാക്ഷൻ പോലെ തുമ്മല്, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചല് അങ്ങനെയൊക്കെ ലക്ഷണങ്ങളായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ആദ്യം വേണ്ടത് അലർജിക്ക് ചികിത്സിക്കുന്നതിന്റെ കൂടെ തന്നെ ഇത് ആസ്മ തന്നെയാണോ എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനെ പോയി കാണുക. അലർജിക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, സ്പൈറോമെട്രി എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു കുഴലിലൂതി, കമ്പ്യൂട്ടറിലോട്ട് ഘടിപ്പിച്ച ഒരു കുഴലിലൂതി നമ്മുടെ ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നോക്കി അത് ആസ്മയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അത് മിക്കവാറും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ഹോസ്പിറ്റലുകളിലെ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലെ അത് ഉണ്ടാകാറുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പൾമണോളജിസ്റ്റ് അല്ലെങ്കിൽ ശ്വാസകോശ രോഗ വിദഗ്ധനെ പോയി കാണുക. ഡോക്ടറെ കണ്ടിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി ചെയ്യുക, ശ്വാസകോശത്തിന്റെ ഊതി പരിശോധന എന്ന് അത് ചെയ്യുക. എന്നിട്ട് ആസ്മ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ആസ്മയാണെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടർ ഇൻഹേലർ തരും, ഇൻഹേലർ എടുക്കേണ്ടി വരും. അപ്പൊ ഇൻഹേലർ എടുക്കാൻ ഡോക്ടർ പറയുകയാണെങ്കിൽ അത് തീർച്ചയായും എടുക്കണം. എന്താന്ന് വെച്ചാൽ ഈ ഇൻഹേലറിൽ അടങ്ങിയിരിക്കുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്. ഈ സ്റ്റീറോയിഡ് മരുന്ന് വളരെ ചെറിയ ഡോസിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ 100 മൈക്രോഗ്രാം ഒക്കെ കാണുള്ളൂ, 200 മൈക്രോഗ്രാം ഒക്കെ നമ്മുടെ ഇൻഹേലറിൽ ഉണ്ടാവുള്ളൂ. അത് തികച്ചും സേഫ് ആണ്. അത് ഡോക്ടർ പറയുന്ന അത്രയും കാലം എടുത്താൽ മാത്രമേ ഈ അലർജിയെ നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ടും അലർജി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആ അലർജിയെ നമ്മൾ ഗുളിക കൊണ്ട് മാത്രമല്ല ഇൻഹേലറും കൂടെ വെച്ച് ചിലപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഓവർ ദ ഫോൺ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പൾമനോളജിസ്റ്റിനെ കണ്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ആസ്മ തന്നെ ആയിരിക്കും മിക്കവാറും. ആസ്മയുടെ ലക്ഷണങ്ങളാണോ എന്ന് ആദ്യം നോക്കി കൺഫേം ചെയ്തിട്ട് ഡോക്ടർ പറയുന്നത് പോലെ മരുന്നെടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു പൾമനോളജിസ്റ്റിനെ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഒരു ആസ്മ അല്ലെങ്കിൽ ഒരു അലർജിക് പ്രശ്നങ്ങൾ എങ്ങനെ ആസ്മയായിട്ട് മാറാം എന്നതിനെ കുറിച്ചായിരുന്നു. ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഫോറിൻ ബോഡീസ് ഉള്ളിൽ പോകുമ്പോൾ അത് പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പിന്നീട് ആസ്മയായി മാറുന്നതെന്ന്. അങ്ങനെ അല്ലാതെ ഈ ഫോറിൻ ബോഡീസ് ഉള്ളിൽ പോകുന്നത് അല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആസ്മ വരാം? അത് ജനറ്റിക് ആണ്. ആസ്മ ഉണ്ടാകുന്നത് മിക്കവാറും ഫാമിലിയിൽ ആർക്കെങ്കിലും, ഒന്നുകിൽ നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛന്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ അവരുടെ മുന്നേ ഉള്ള ആളുകൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററി കിട്ടില്ല. ആളുകളുടെ നമുക്ക് ഈ ഹിസ്റ്ററി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഫാമിലിയിലുള്ളവർക്കുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു ജീൻ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഈ ഫോറിൻ ബോഡി എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ആയിരിക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ അലർജികൾ, ചിലർക്ക് തണുപ്പടിച്ചാലുണ്ടാകാം, ചിലർക്ക് പൊടിയുള്ള സ്ഥലങ്ങളിൽ പോയാലുണ്ടാകും, ഒരു യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഒരു റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആസ്മയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ഇപ്പോൾ ഈ റീസെന്റ് നമ്മൾ കണ്ടത് കോവിഡിന് ശേഷം ഏതൊരു വൈറൽ ഇൻഫെക്ഷനെ പോലെ തന്നെയും കോവിഡ് വന്നു കഴിഞ്ഞാലും ആസ്മ ട്രിഗർ ചെയ്ത് നമ്മൾ ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഫോറിൻ ബോഡി കൂടാതെ ഉള്ളത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാതെ അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ ആ ലക്ഷണങ്ങൾ മാറുന്നത് വരെ വീട്ടിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് പുറത്തു പോകുക എന്ന് പറയുന്നത്. വെച്ചാല് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ ആസ്മ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ആസ്മയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മതി, വൈറൽ ഇൻഫെക്ഷൻ മതി അവർക്ക് ഒരു ആസ്മ ട്രിഗർ ആയിട്ട് മാറാനായിട്ട്.
അപ്പോൾ അസുഖമുള്ളവർ പുറത്തു പോകാതിരിക്കുക. ഇതുപോലെ കോമോർബിഡ് ചില ആസ്മ ഉള്ളവരാണ്, ശ്വാസം മുട്ടലുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും ക്രൗഡഡ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. മാസ്ക് ആണ് നമ്മൾക്ക് ഏറ്റവും നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആയുധം നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് പുറത്തു പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അവർക്ക് അസുഖമുള്ളപ്പോൾ പുറത്തു പോകാതിരിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഒരു ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, ഞാൻ ഇടപെടുന്നു. കണ്ണൂർ നിന്നും അരവിന്ദനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ കേൾക്കാം. ഹലോ ഡോക്ടർ. ഡോക്ടറല്ലേ? അരവിന്ദൻ, റേഡിയോ ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്. ഹലോ, അതായത് ഈ പൊടിന്റെ അലർജി പോകണമെന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. പൊടിന്റെ അലർജി എന്ന് വെച്ചാല് ഇപ്പൊ അടിച്ചു വാരി കഴിഞ്ഞാൽ ഈ വാർപ്പിന്റെ ഇതെല്ലാം ഉണ്ടല്ലോ അവര്, അപ്പൊ അതിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ മൂക്ക് ഇപ്പൊ ശ്വാസം മുട്ട് വരുന്നു. അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാല് പിന്നെ പോയിട്ട് ആവി പിടിക്കേണ്ടി വരുന്നു. അവിടെ പോയിട്ട് ഡോക്ടർക്ക് പോയിട്ട്. അപ്പൊ ഈ ശാശ്വതമായി മാറേണ്ടെന്നെങ്കിലും വഴിയുണ്ടോ? നെബുലൈസേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? നെബുലൈസേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതെ 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 വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അടിച്ചു വാരി കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം രാത്രി ഉറങ്ങാൻ കിടക്കും, പിന്നെ അത് തുടങ്ങും. അപ്പൊ പിന്നെ അവിടെ തന്നെ അടുപ്പോണ്ടി വരും ഹോസ്പിറ്റലില്. അപ്പൊ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ പൊടി തട്ടുമ്പോ തുമ്പിലും മുക്കൊലി പൊടി തട്ടുമ്പോ അങ്ങനെ പ്രശ്നമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോ വരുക. അന്നേരം പിന്നെ വൃത്തിയിലാക്കി വീടെല്ലാം വൃത്തിയാക്കി ക്ലിയറെല്ലാം ചെയ്ത് പിന്നെ സന്ധ്യ രാത്രി ആകുമ്പോൾ പിന്നെ തുടങ്ങും. അപ്പൊ 2-3 പ്രാവശ്യം ഇത് കാണുന്നത്. അപ്പൊ അത് ശാശ്വതമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആസ്മ എന്നുള്ള അസുഖം കൺട്രോൾ ചെയ്യാൻ ആദ്യം നമ്മൾക്ക് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങളുടെ കേസില്, മകളുടെ കേസിൽ പറയുമ്പോൾ വീട്ടില് മാറാമ്പൽ തൂക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇത് വൃത്തിയാക്കുന്ന ആള് അസുഖമുള്ളവരായിരിക്കരുത്. അഥവാ ആക്കേണ്ടി വരികയാണെങ്കിൽ എപ്പോഴും മാസ്ക് ഉപയോഗിക്കുക. പിന്നെ ഇത് നമ്മൾ തുടച്ചു കഴിഞ്ഞാലും ഈ പൊടിപടലങ്ങൾ ആ മുറിക്കകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വെറ്റ് മോപ്പിംഗ് എന്ന് വെച്ചാൽ പൊടിയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറാലെല്ലാം തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് വീട് നനച്ച് തുടയ്ക്കുക. ഈ പൊടി എവിടെയൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നനച്ച് തുടയ്ക്കുക. എന്നാൽ മാത്രമേ ആ പൊടി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇങ്ങനെ സ്ഥിരം വരുന്നുണ്ടെങ്കിൽ അത് ആസ്മയുടെ തുടക്കം തന്നെയാണ്. അപ്പോൾ നെബുലൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മുടെ ശ്വാസക്കുഴൽ ചുരുങ്ങിയതിനെ നിവർത്താനുള്ള മരുന്ന് മാത്രമാണ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് സാൽബ്യൂട്ടമോൾ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, സാധാരണ കാണുന്നത്. ഈ മരുന്നിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ശ്വാസം മുട്ടൽ മാറ്റും, പക്ഷേ അടുത്ത ശ്വാസം മുട്ടൽ വരാതിരിക്കാനായിട്ട് അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതൊരു പ്രതിരോധ മാർഗമല്ല, അതൊരു മരുന്ന്. ആ താൽക്കാലികമായിട്ട് എമർജൻസിക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, റിലീവർ എന്ന് പറയും. അപ്പൊ നമുക്കിത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധന്റെ അടുത്ത് പോയിട്ട് സ്പൈറോമെട്രി ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ആസ്മ തന്നെയാണോ, നമ്മുടെ ഇൻഹേലർ കൊണ്ട് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്നറിയാൻ പറ്റും. പിന്നെ നമ്മുടെ എത്രത്തോളം ശ്വാസ തടസ്സമുണ്ടെന്നും അറിയാൻ പറ്റും. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ മിക്കവാറും അതിനൊരു ഇൻഹേലർ തരും. ഈ ഇൻഹേലറിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡ് ആണ്. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഈ അലർജിക്കെതിരെയുള്ള ഏറ്റവും നല്ല, ഇപ്പൊ ഇതുവരെ കണ്ടുപിടിച്ച വെച്ച് ഏറ്റവും നല്ലതും സേഫുമായിട്ടുള്ള മരുന്നാണ് ഈ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഗുളികയായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവും. ഇൻഹേലറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻഹേലർ അടിക്കുമ്പോൾ ആ ഇൻഹേലറിന്റെ അകത്തുള്ള ആ ഗ്യാസിന്റെ അകത്ത് ഈ സ്റ്റിറോയിഡ് ഉള്ളത് നേരെ നമ്മുടെ ശ്വാസകോശത്തിന്റെ അകത്താണ് പോകുന്നത്. ശ്വാസകോശത്തിൽ ചെന്ന് നമ്മുടെ കയ്യിൽ ഒരു ഓയിൻമെന്റ് പുരട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസക്കുഴലിന്റെ ലൈനിങ്ങുകളിൽ ഇത് ചെന്ന് പറ്റിപ്പിടിച്ചിരുന്ന് അവിടെ നിന്നാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രക്തത്തിൽ ഈ സ്റ്റിറോയിഡിന്റെ അംശം ഒട്ടുമേ കലരുന്നില്ല. കറക്റ്റ് ഡോസ് എടുക്കുകയാണെന്ന് ഡോക്ടർ പറയുന്ന ഡോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് രക്തത്തിൽ പടരില്ല. വേറെ സൈഡ് ഇഫക്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ശ്വാസകോശത്തിൽ മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവും. നന്നായിട്ട് നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പോയിട്ടൊരു സ്പൈറോമെട്രി ചെയ്യുക. ഇൻഹേലർ ഡോക്ടർ തരും, അത് ഉപയോഗിക്കുക. തുടക്കത്തിൽ നല്ല ശ്വാസം മുട്ടുള്ളപ്പോൾ 2 ഇൻഹേലർ ആയിരിക്കും മിക്കവാറും ഡോക്ടർ തരുന്നത്. ഒന്ന് ഈ ആസ്താലിൻ, നിങ്ങൾ ആവി പിടിച്ച മരുന്നിന്റെ തന്നെ
ഇൻഹേലർ ഉണ്ട്, അതായിരിക്കും തരുന്നത്. മറ്റേ ഇൻഹേലർ സ്ഥിരം ഉപയോഗിക്കാനായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആസ്തലിൻ ഇൻഹേലർ വെച്ച് കൺട്രോൾ ആക്കുക തുടക്കത്തിലുള്ളത്. അതിന്റെ കൂടെ നമ്മൾ സ്ഥിരം എടുക്കേണ്ട മരുന്ന് കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന ഡോസിൽ എടുത്ത്, കുറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്ന സമയത്ത് ഓരോ മാസം കൂടുമ്പോൾ പോയി കണ്ട് അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഡോസ് കുറയ്ക്കാമോ ഇല്ലയോ എന്നുള്ളത് നോക്കി ഡോക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഈ ശ്വാസം മുട്ടൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഇൻഹേലർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനങ്ങളെ കുറിച്ചായിരുന്നു. പലപ്പോഴും ആളുകൾക്കൊരു ഒരു സംശയമുള്ള കാര്യമാണ്. കാരണം പലരും കരുതുന്നത് ആസ്മയുടെ ഒരു മൂർധന്യ അവസ്ഥയിൽ അതൊരിക്കലും ഭേദമാവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരിക. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അങ്ങനെയല്ല. ആസ്മയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേഗം ആസ്മ കൺട്രോൾ ആക്കാൻ പറ്റും. ചില ആളുകൾക്ക് നമ്മൾക്ക് ഇൻഹേലർ ഡിസ്കണ്ടിന്യൂ ചെയ്യണം, ചില കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ആ ഇൻഹേലർ പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്ന് ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ ഈ മൂർധന്യാവസ്ഥയിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് അത് കുറേ നാൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടർമാർ പറയുമ്പോൾ തന്നെ ഇൻഹേലർ എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ആക്കാൻ പറ്റും. നമ്മൾ സാധാരണ പോലെ ജോലി എടുക്കാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ചിലപ്പോൾ ഇൻഹേലർ നിർത്താനും പറ്റും. അപ്പൊ അത് തുടക്കത്തിലാണെങ്കിൽ മാത്രം. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഉപയോഗിക്കണം. ഇൻഹേലർ ഉപയോഗിക്കുന്നതിന് ചില രീതികളുണ്ട്. ആ രീതി കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അസുഖം കൺട്രോൾ ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഇൻഹേലർ എഴുതി തരുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ആ ഡോക്ടർ പറയുന്ന അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും വേണം. ഇപ്പോ ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇൻഹേലർ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇൻഹേലറിന് ഒരു കാനിസ്റ്റർ ഉണ്ട്, ഇതിന്റെ ഒരു ബോഡി ഉണ്ട്, ഇതിനൊരു അടപ്പും ഉണ്ട്. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിന്റെ അകത്തോട്ടാണ് ഇൻഹേലറിനെ വലിച്ചെടുക്കുക ചെയ്യുന്നത്, ഇൻഹേലറിന്റെ അകത്തുള്ള മരുന്നിനെ. അപ്പൊ നമുക്ക് ശ്വാസകോശത്തിന്റെ ഉള്ളിലോട്ട് എന്തെങ്കിലും ഒരു സാധനം ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലം ഉള്ളിൽ വേണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഞാൻ എന്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളിപ്പോ ഒരു വീർപ്പിച്ച് വെച്ച ബലൂണിന്റെ അകത്തോട്ട് പിന്നെയും കാറ്റ് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെന്താ ചെയ്യുക, ആദ്യം ആ ബലൂൺ ചുരുക്കി കളയുക. അപ്പൊ നമ്മളുടെ ശ്വാസകോശം ഒരു ബലൂൺ ആണെങ്കിൽ അതിനെ ചുരുക്കി കളയാൻ ആദ്യം എന്ത് ചെയ്യണം, പുറത്തോട്ട് ഊതിക്കളയുക. നമ്മുടെ അകത്തെ ശ്വാസം മുഴുവനായിട്ട് പുറത്തോട്ട് ഊതിക്കളയുക. അത് കഴിഞ്ഞ് ഇൻഹേലർ ഇങ്ങനെ പിടിക്കുക, അതൊന്ന് കുലുക്കിയാൽ മാത്രമേ ഇൻഹേലറിന്റെ അകത്തുള്ള മരുന്നിന്റെ ഡോസ് കറക്റ്റ് ആവുള്ളൂ. ഓരോ പഫിനും വരുന്ന ഡോസിന്റെ അളവ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റുക. ആദ്യമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇൻഹേലറാണ്, എത്ര ദിവസം വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇൻഹേലറിന്ന് ഒരു 2 പഫ് നമ്മളിങ്ങനെ അടിച്ചു കളയണം. എന്ന് വെച്ചാൽ അതിന്റെ നോസിന്റെ അടുത്ത് എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി. എന്നിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഊതിക്കളയുക. ഇത് വായിൽ വെക്കുക, അമർത്തുക. വായ ശരിക്കും ഇതിന് ചുറ്റും കൂട്ടിപ്പിടിക്കുക, പല്ലിടയ്ക്ക് വരാൻ പാടില്ല. എന്ന് വെച്ചാല് ഈ വായു കറക്റ്റായിട്ട് വായിന്റെ ഉള്ളിൽ തന്നെ ചെല്ലണം മരുന്ന്. നമ്മൾ സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് നീട്ടി വലിക്കുക. തൊണ്ടയുടെ അവിടെ 1 2 3 4 5 6 10 എഴുതുന്ന വരെ മാക്സിമം പറ്റുന്ന അത്രയും പിടിച്ചു നിർത്തുക. എന്നിട്ട് ശ്വാസം വിടുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഉള്ളിൽ പോയിട്ടുള്ള ഈ മരുന്ന് ശ്വാസകോശത്തിൽ തന്നെ തടഞ്ഞു നിൽക്കുകയും ചെയ്യും. അവിടെ ഈ മരുന്ന് ഡെപ്പോസിറ്റ് ആവും. അപ്പൊ മാക്സിമം എഫക്റ്റ് നമുക്ക് കിട്ടും മിനിമം മരുന്നുകൊണ്ട്. അത് കഴിഞ്ഞ് പുറത്തു വിടുന്ന ശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ, മരുന്ന് പുറത്തു പോവില്ല. അപ്പൊ ഇതാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ട കറക്റ്റ് രീതി. അപ്പൊ സാധാരണ ഒരാൾക്ക് വലിയ കൂടുതൽ ശ്വാസമുട്ട് ഇല്ലാത്ത ഒരാൾക്കൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഇൻഹേലർ ഉപയോഗിക്കാൻ പറ്റും. ഇതിലെ ഓരോ സ്റ്റെപ്പും അത്യാവശ്യമാണ്, ഒന്നും മറന്നു പോകാൻ പാടില്ല. വേണമെങ്കിൽ നമുക്കത് എഴുതി വെക്കാം. ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ചിലർക്ക് നല്ല ശ്വാസമുട്ടലുണ്ട്, നല്ല പ്രായമായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഈ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അടിച്ച ഉടനെ നമ്മൾ ആ വായുവിനെ വലിച്ചെടുക്കണം. അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് സ്പേസർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്, ഒരു കുപ്പി പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് നേരെ ഇത് കുലുക്കിയിട്ട് അതിന്റെ അകത്തോട്ട് അങ്ങ് വെച്ചു കൊടുക്കും. എൻ്റെ ഒരു സ്പേസർ ഇപ്പൊ തൽക്കാലം ഇല്ല. ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടിച്ച ഉടനെ വലിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾക്ക് അപ്പൊ തന്നെ ഈ ഇൻഹേലർ അതിന്റെ അകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ വായു അതിന്റെ അകത്ത് കിടന്നോളും. ആ വായുവിനെ ഈ സ്പേസറിന്റെ ഇപ്പുറത്തെ അറ്റത്തും കൊണ്ട് നമ്മൾ വലിച്ചെടുത്താൽ മതി. ഒരു 5-6 തവണ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് മാക്സിമം ആയിട്ട് കൃത്യമായിട്ട് നമ്മളുടെ ശ്വാസകോശത്തിനുള്ളിൽ ചെല്ലും. അപ്പോൾ നമ്മൾ അടിച്ച ഉടനെ വലിക്കേണ്ട, ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തേണ്ട ആവശ്യവുമില്ല. ശ്വാസം എടുക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ നീട്ടി വലിച്ചു വിട്ടാൽ മതി. അപ്പൊ അതാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതി.
നിങ്ങൾക്കൊരു ഡോക്ടർ ഇൻഹേലർ എഴുതി തരുവാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. നമ്മൾ ഡോക്ടർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ആസ്മ ഒരു ഗുരുതരാവസ്ഥ കഴിഞ്ഞാൽ അത് പഴകിയ കൃത്യമായ ഒരു ചികിത്സ എടുത്തില്ലെങ്കിൽ COPD പോലുള്ള ഗുരുതര രോഗങ്ങളായി മാറാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അങ്ങനെ ആവുമ്പോൾ അപ്പോഴും ചികിത്സ ഇൻഹേലർ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റീറോയിഡ് മരുന്നിന്റെ കൂടെ ചിലപ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ട് ഇതിനെ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അസ്താലിനില്ലേ, അസ്താലിന്റെ കൂടെ നമ്മൾ അത് ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ മരുന്നുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഈ COPD കൊടുക്കുന്ന ഇൻഹേലറുകളുണ്ട്, ഇൻഹേലർ മരുന്നുകളുണ്ട്, ടയോട്രോപ്പിയം, ഇപ്രാട്രോപ്പിയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അതിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ 3 മരുന്ന് വെച്ച് നമുക്ക് ചികിത്സിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ സാധാരണ ആസ്മയ്ക്ക് ചികിത്സിക്കുന്നത് 2 മരുന്നിന്റെ കോമ്പിനേഷൻ ആണ്. ഫോർമോട്രോൾ ബ്യൂട്ടിസോണൈഡ് അല്ലെങ്കിൽ ഫോർമോട്രോൾ ഫ്ലൂട്ടിക്കസോൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ സാൽമെട്രോൾ ഫ്ലൂട്ടിക്കസോൺ കോമ്പിനേഷൻ, അങ്ങനെ പല പല കോമ്പിനേഷനുകളുണ്ട്. അങ്ങനത്തെ മരുന്നുകളാണ് സാധാരണ കൊടുക്കുന്നത്. ഈ COPD ആവുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ബ്രോങ്കോ ഡയലേറ്റർ മാത്രമേ ഉള്ളൂ, സ്റ്റീറോയിഡ് നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പോൾ അവിടെ നമ്മൾ ആ ശക്തി കൂടിയ ബ്രോങ്കോ ഡയലേറ്ററും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 3 മരുന്ന്. ചിലപ്പോൾ ഇതും കൊണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റീറോയിഡ് ഉള്ളി കഴിക്കേണ്ടി വരും. ഗുളിക, വൈസലോൺ ഗുളിക കൊടുക്കും. പക്ഷെ അത് സ്ഥിരമായിട്ടല്ല, കുറച്ച് നാളത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ഷോർട്ട് കോഴ്സ് ആയിട്ട് കൊടുത്ത് നിർത്തും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ അലർജി ഉണ്ടെങ്കിൽ അലർജി കൺട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലർജി കൺട്രോൾ ചെയ്യാനുള്ള മരുന്നും കൂടി വേണം. എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലമേഷനും അലർജി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, അപ്പർ എയർവേ, മൂക്ക് വായു അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടുത്തെ ഇൻഫ്ലമേഷൻ അല്ലെ അലർജി കൺട്രോൾ ചെയ്യാതെ നമ്മൾക്ക് താഴത്തെ അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിക്കവാറും പ്രിസ്ക്രിപ്ഷൻസിൽ നിങ്ങൾക്ക് ഈ മോണ്ടലൂക്കാസ്റ്റ് അല്ലെങ്കിൽ സെട്രിസിൻ ഗുളികൾ കാണാൻ പറ്റും. സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ മോണ്ടലൂക്കാസ്റ്റ്. ഡോക്ടർ, വ്യക്തമാണ്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ആസ്മ എന്ന രോഗത്തെ എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. വിശദമായി നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിത തിലകനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം.